എന്താ റപ്പായി ചേട്ടാ ഉപ്പിൽ വീണ പള്ളിയെ പോലെ ഇരിക്കുന്നത്? ചിരിക്കുന്നില്ല. അയ്യോ, അതിന് ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല ടിൻഡു, എന്റെ ഭാര്യ ചിരിക്കുന്നില്ലെന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനി ചേട്ടൻ ചെയ്തതുപോലെ വാഴത്തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി 2 ഫലിതം പറഞ്ഞാ പോരെ? അതൊക്കെ ഞാൻ പരീക്ഷിച്ചു നോക്കിയടാ, നോ രക്ഷ. ഇതൊന്നുമല്ല, അവൾക്കെന്തോ സൂക്കേടാ. അയ്യേ, സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാതെ. മോശമല്ലേ? ചിരിക്കുന്നില്ലെന്ന് വെച്ച് പരദൂഷണം പറയരുത്. നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവൾ എന്നോട് മാത്രമല്ല, ആരോടും ചിരിക്കുന്നില്ല. ചിരിച്ചിട്ടിരുന്നേക്ക് 17 ദിവസം കഴിഞ്ഞു, അറിയാവോ? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യത്തിന്റെ കിടപ്പ്. ചേട്ടൻ വാ. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലേക്ക്. മറിയാമ്മ ചേട്ടത്തെ ചിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. ചേട്ടൻ വാ. ചേട്ടൻ ഉമ്മറത്ത് ഇരുന്നാ മതി. ഞാൻ ചെന്ന് മറിയാമ്മ ചേട്ടത്തിയെ ചിരിപ്പിച്ചിട്ട് വരാം. അവളല്ലേ കടന്ന് ചിരിക്കുന്നത്? സമാധാനമായല്ലോ. ചേച്ചി അകത്തിരുന്ന് ചിരിയോട് ചിരിയാ. താങ്ക് യു ടിൻഡു. നീ എങ്ങനെയാ അവളെ ഇത്രയും സന്തോഷവതിയാക്കിയത്? സിമ്പിൾ. റപ്പായി ചേട്ടൻ അവരെ ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു.